അത് കൊള്ളാം. എന്നിട്ട് കൂട്ടാൻ ഒഴിക്കട്ടെ? നിനക്ക് അയ്യോ നിനക്ക് പഞ്ചസാര വേണമല്ലേ? ഞാനതങ്ങ് മറന്നു. മധുരത്തോട് വലിയ പ്രിയമാണല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആപ്പ് കൊണ്ടുവന്നു കൊടുക്കാൻ ഉണ്ടല്ലോ, വേണം. അവക്കോട് വേണ്ട, മതി. ആ അത് പറ്റില്ല. ചേട്ടന്റെയും ചേച്ചി അടുത്ത് വന്നിട്ട് ശരീരമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ? നീ എഴുന്നേറ്റ് ഒന്നുകൂടെ കഴിക്കേ. മതി ചേച്ചി. വേണ്ടേ വേണ്ടേ, എന്തിനാ നിർബന്ധിക്കുന്നത്? ഇനി ഇത് പറഞ്ഞേ. എന്താ വിഷയം? കറിയ എന്താ പറ്റിയേ? നീ വെച്ച് വഴക്ക് പറഞ്ഞോ? ഒന്നുമില്ല. പിന്നെ വരുമ്പോ കാല് റെയിലെ തട്ടി വല്ലാണ്ട് വേദനിച്ചു. പിന്നെ കണ്ണിലൊരു കരടും പോയി. അത് ശരിയാ. വല്ലതും ആലോചിച്ച് നടന്ന കാലറിയാതെ തട്ടി വേദനിച്ചെന്ന് വരും. പിന്നെ കണ്ണിൽ കരട് പോയാല് കരഞ്ഞു കളയാതിരിക്കൂ. അമ്മ പറയാറുണ്ട്, പെണ്ണുങ്ങൾ നുണ പറയുമ്പോ അവരുടെ മുഖത്തിന് ശീല് കൂടുന്നു. എന്തോ ഉഷയുടെ കാര്യത്തില് അത് ശരിയാന്നാ തോന്നുന്നത്. ഇന്നാലും ഞാൻ ശ്രദ്ധിച്ചു, അരമണിക്കൂർ ഞാൻ വാതോരാതെ സംസാരിച്ചിട്ടും ഒരക്ഷരം എന്നോട് മിണ്ടില്ല. എപ്പോ നോക്കിയാലും ഒരു വാടിയ മുഖവും കലങ്ങി കണ്ടു. അതെന്താ ഉഷ അങ്ങനെ? അല്ല, പറയാവുന്നതാണെന്ന് വെച്ചാൽ എന്നോട് പറയാൻ കേട്ടോ. ശരിയാ, എല്ലാ ദുഃഖവും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് സന്തോഷം കേട്ടോ. വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാ. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? ഇങ്ങനെ കലങ്ങിയ കണ്ണുള്ള തൊട്ടാവാടികളെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടാവും. വരുന്നത് പോട്ടെ.
ചേച്ചി ബാത്റൂമില്ല. എന്താ വേണ്ടേ? ഗ്ലാസ്. എന്താ ബോണസ് കിട്ടിയോ? ഞാൻ ചെന്നപ്പോഴേക്കും താമസിച്ചു പോയി. ആ ഇത് നാളെയാണോ? ഇനി വെള്ളം കൊണ്ടുവരാൻ പ്രത്യേകം എഴുന്നള്ളിക്കണോ? നിനക്ക് തടി മുഖത്തല്ലേ കണ്ണ്? വേണമെന്ന് വിചാരിച്ചിട്ട് ഓരോ നശിപ്പിക്കാൻ പുറപ്പെടുക. കുറെ കൂടുതലുണ്ട് തീയ. ഒരു പാത്രം താഴെ വീണെന്ന് വെച്ച് ഇതെന്താ വാസുവേട്ടാ? എനിക്കിതൊരു മൂടില്ല. ഞാൻ പോടും. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇന്നലെ എന്തായിരുന്നു വാസുവിന്റെ ഒരുമാതിരി? ആ പെരുമാറ്റവും സംസാരവും എനിക്ക് തീരെ പിടിച്ചില്ല. അതാ ഞാനിപ്പോ ഇറങ്ങിപ്പോന്നെ. മനസ്സിലാക്കേണ്ടത് കരുതി. വാസുവേട്ടനല്ലെങ്കിലും ഒരു ഊച്ചയാ. മനുഷ്യനെ മാറി തിരിച്ചറിയാൻ വയ്യാത്ത വക. അല്ലെങ്കിൽ വേറെ ആടുമ്പോൾ പോട്ടെ, ഇത് ഉഷയുടെ മുഖത്ത് നോക്കി. എന്നോടങ്ങനെ വായിക്കേണ്ടിയിരുന്നു. കാണിച്ചു കൊടുത്തനെ. ഉഷയ്ക്ക് അവിടെ എങ്ങനെ? വല്ലാണ്ട് അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഉഷേന്റെ അമ്മ കണ്ടിട്ടില്ലല്ലോ? ആ, അമ്മ എപ്പോഴും ചോദിക്കും ഉഷയുടെ കാര്യം. ഞാൻ പറഞ്ഞു സമയം കിട്ടാത്തോണ്ടാവും, വീട്ടിൽ ഗീതച്ച് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ. അമ്മ അത് വിശ്വസിച്ചിരിക്കുക. അല്ല, ഉഷയ്ക്ക് ഉടനെ വീട്ടിൽ ചെന്ന് തിരക്കില്ല വെച്ചാൽ ഒന്ന് വീട് വരെ പോവാം. അമ്മയ്ക്ക് അല്ല, ഉഷയ്ക്ക് അമ്മയൊന്ന് കാണാമല്ലോ. അതെ, ഞാൻ വിളിക്കണു, ഉഷ വരണു, അമ്മയൊന്ന് കാണണു. അതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? അങ്ങോട്ട് പോവന്നെ.
അമ്മേ കയർ നൂതിയിട്ട് മണിക്കൂർ ഒന്നായല്ലോടാ. ഇതുവരെ എവിടെ നിരങ്ങായിരുന്നടാ പോണ്ട. ഈ കുട്ടി ഏതാടാ? ഇത് ഉഷ. ഞാൻ പറയാറില്ലേ ഗീതയ്ക്ക് അനിയത്തി. ഏത് ഗീത? അയ്യോ ഈ അമ്മയ്ക്ക് അറിയാം. എന്നോട് ജോലി ചെയ്യുന്ന വാസുവിന്റെ ഭാര്യ ഗീതച്ചി. ഇരിക്കെ. ഈ കുട്ടി എന്തിനാടാ നിന്റെ കൂടെ വന്നേ? അല്ല അത് ഉഷയുടെയും ഗീതച്ചയുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഉഷയ്ക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് കുറച്ചു ദിവസമായി പറയുന്നു. എന്നോടല്ല, വാസുവേട്ടനോട് പറഞ്ഞേ. വാസുവേട്ടൻ എന്നോട് പറയായിരുന്നേ. ആ അമ്മയ്ക്ക് ദാ ശർക്കര വരട്ടി ഉഷ തന്നെ ഉണ്ടാക്കിയാണത്രേ. അമ്മയെ കാണാൻ വരുമ്പോ വെറും കൈയോടെ വരില്ല എന്ന് ഉഷയ്ക്ക് നിർബന്ധം. വേണ്ട വേണ്ട ഞാൻ ആകുന്നത് പറഞ്ഞതാ, കേക്കണ്ടേ? ഉഷ അസലായിട്ട് ഉപ്പേരി ഉണ്ടാക്കും, പാചകം ചെയ്യും. ഗീതച്ച് പറഞ്ഞതാ. എന്താടാ കോന്താ നോക്കി നിൽക്കുന്നത്? എന്നെ കാണാൻ ആരെങ്കിലും വന്ന ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? ചെന്നിട്ടേ മൊന്തേ കാപ്പി ഇരിപ്പുണ്ട്, ചൂടാക്കി കൊണ്ടുപോവാ. ദേ എനിക്കൂടെ വേണം. കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ശേഖരൻ. വെറും ശേഖരനോ? അല്ല, ശേഖരൻ മേനോൻ. ആ അത് ശരി. അപ്പൊ നായരല്ലേ? ഓലയിട്ട് കത്തിച്ച് ആ കാപ്പി എങ്ങാനും പോയി ചോദിച്ചാലുണ്ടല്ലോ. ആ കണ്ട ബാല്യക്കാരി പെണ്ണുങ്ങളെ അടുക്കളേന്റെ അകത്ത് കയറ്റുന്ന എനിക്കിഷ്ടമല്ല. അവൻ കേറട്ടെന്ന്. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, പെറ്റ തള്ളയ്ക്ക് വേണ്ടിയല്ലോ. ഒരു കുറച്ചിലും ഇല്ല അതില്. ഇല്ലമ്മേ. എടാ കായ വറുത്തത് തീർന്നു. 2 ദിവസം മുമ്പല്ലേ വാങ്ങിച്ചത്? 2 ദിവസം. നീ വാങ്ങിയ 2 നേരം കുറിക്കാനുണ്ടായില്ല. പോട്ടേമ്മേ, ചേച്ചി തനിച്ചേ ഉള്ളൂ. ശരി എന്നാ ചെല്ലു. ശർക്കര വരട്ടി അസലായിട്ടുണ്ട് കേട്ടോ. പാവിന് മുറുക്കം പോരാ. ആ അമ്മേ, അല്ല വാർത്തകായ വാങ്ങണ്ടേ? ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ഇപ്പോഴത്തേക്ക് ഇതൊക്കെ മതി, നാളെ വാങ്ങാം. അല്ല, നാളെ ചിലപ്പോ അന്തപ്പന കട തുറന്നില്ലാതെ വരും. നല്ലൊരു വില കിട്ടാനും വിഷമാകും. ആ ആ ആ ആ ഓരോ കാരണം പറഞ്ഞ് തെണ്ടാൻ ഇറങ്ങിക്കോ. കണ്ടടത്തൊക്കെ അലഞ്ഞ് നടന്ന് പാതിരാകുമ്പോ ഇങ്ങ് കേറി വന്നാലുണ്ടല്ലോ, മേടിക്ക് നീ എന്റെ കയ്യിൽ നിന്ന്. ഞാൻ ദാന്ന് പറയുന്നത് കേട്ടൂല്ലേ? ഉഷേ ഇല്ലേ? ഉഷയ്ക്ക് വല്ലണ്ട തോന്നിയോ? ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയില്ല. ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എന്തിനാ നുണ പറഞ്ഞത്? അല്ല, അത് അമ്മ എപ്പോഴും എന്തെങ്കിലും ചവയ്ക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലും ചവയ്ക്കാറുള്ള ഇട്ട് കൊടുത്താൽ പിടിക്കാൻ പറ്റും. അത് ഉഷ ഉണ്ടാക്കാരെന്ന് പറയുമ്പോ അമ്മയ്ക്കൊരു ഇഷ്ടക്കൂടുതലുണ്ടാവില്ലോ. വെറുതെ അവരൊന്നും പറഞ്ഞു പിടിപ്പിക്കണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ചായ ഇവിടെ ഉണ്ടാക്കാൻ അറിയില്ല. നീ എപ്പോഴാ ഇതൊക്കെ പഠിക്കാ? സാരമില്ല, പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊരു എക്സ്പെർട്ട് കുക്കാണേ. തിരുമരുത് വെട്ടി തുറന്നാ മതി. തുറക്ക്. ഞാൻ കൂടെ തുറക്ക്. തിരുമാതെ പതുക്കെ തുറക്ക്. പതുക്കെ നോക്കട്ടെ. എടുത്തുതരാം, ഇപ്പൊ എടുത്തുതരാം.
ഒന്നുകൂടാ തുറക്കെ തുറക്കേ. ഫസ്റ്റ് പാർട്ടി തുടങ്ങിയോ? അതുകൊള്ള ദൈവമേ, അമ്മയുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കിടക്കാൻ പറ്റ പാടേ. ഗിരച്ചി, ഒരു ഗ്ലാസ്, പിന്നെ കുറച്ച് അച്ചാറോ മുളകോ കുറിക്കാനെന്തെങ്കിലും. ഇതായത് ബാറും ഹോട്ടലൊന്നുമല്ല, വീടാണ്. ഇവിടെ പെണ്ണുങ്ങളുണ്ട്, എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. വേണ്ട വേണ്ട, വിസ്തരിക്കൊന്നും വേണ്ട. ഓരോ ഓമാരി കയറി വന്നോളും. ലോഹ്യവും പറഞ്ഞു കണ്ടില്ല എന്നടിക്കുമ്പോൾ തോളെ കയറി ചെവിലില്ല. മേലായി പണി കയറി പോയത് പറഞ്ഞില്ല. വന്ന് വന്ന് ഒറ്റയ്ക്കിരുന്ന് കുടി തുടങ്ങിയോ? പിന്നെങ്ങനെ മനുഷ്യനെ കണ്ടാ തിരിച്ചറിയാ? ബോധം ഉണ്ടാവണ്ടേ? മതി കുടിച്ചത്, ഇനിയിപ്പോ കുടിക്കണ്ടെന്നേ. വേണ്ട. ഞാൻ പോവാണ്, നിങ്ങൾ വീടായി പോയി. ഓ, അല്ലെങ്കിൽ നീ എന്നെ കൊലത്ത് പോരാറങ്ങി. ഉഷ, പോട്ടെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ചേട്ടൻ നിന്ന് കലിയാളെ ദിവസമാണ്. നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വേണ്ട, വിശക്കുന്നില്ല. ചേച്ചി കഴിച്ചോ? ഞാൻ വന്നതുകൊണ്ട് ചേച്ചിക്കും സങ്കടത്തിന് കാരണമായി. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേട്ടന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? എന്റെ തലയിലെടുത്ത് ഞാൻ അനുഭവിച്ച് തന്നെ തീർക്കണം. നീയേ ഉള്ള എനിക്കൊരാശ്വാസം.